സൂര്യനെല്ലി പീഡനത്തിൽ 42 പേർ പ്രതികളായെങ്കിൽ പത്തനംതിട്ടയിലേത് ഇതുവരെ 58 പേർ. കേരളത്തെ ഞെട്ടിച്ച സൂര്യനെല്ലി കേസിന് പിന്നാലെയാണ് ഇപ്പോൾ പത്തനംതിട്ടയിലേത് കൂട്ട ബലാത്സംഗ കേസ് മാറുന്നത്. കായിക താരമായ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം സൂര്യനെല്ലി പീഡന കേസിനേക്കാൾ വലിയ കുറ്റകൃത്യമെന്ന് തന്നെയാണ് പോലീസും ചൂണ്ടിക്കാണിക്കുന്നത്. കേസിൽ ഇപ്പോൾ 58 പേർ പ്രതികളായെന്നാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വിജി വിനോദ് കുമാറും പറയുന്നത്. കേസിലെ മുഴുവൻ പ്രതികളെയും ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇവരുടെ പേരിൽ പത്തനംതിട്ട, ഇലവുംതിട്ട, മലയാലപ്പുഴ, പന്തളം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ 29 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേസിൽ ഇതുവരെ 43 പ്രതികൾ ആകെ അറസ്റ്റിലുമായിരിക്കുന്നു. ഇതിൽ പ്രതികളിലൊരാൾ വിദേശത്താണ്. ഇയാളെ നാട്ടിലെത്തിക്കുമെന്നും SP വ്യക്തമാക്കുകയാണ്. കസ്റ്റഡിയിലുള്ളവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. പെൺകുട്ടി 5 തവണ കൂട്ട ബലാത്സംഗത്തിന് ഇരയായെന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. ശനിയാഴ്ച പിടിയിലായ റാന്നി സ്വദേശി ദീപുവിന്റെ ഇടപെടലാണ് 1 വർഷം മുമ്പുണ്ടായ 2 കൂട്ട ബലാത്സംഗങ്ങൾക്ക് വഴിവെച്ചതെന്നും വിവരങ്ങൾ പുറത്തുവരികയാണ്. മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ആളെ പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വെച്ച് നേരിട്ട് കണ്ടു. തുടർന്ന് 2 സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ കൊണ്ടുപോയി മന്ദിരംപടിയിലെ റബ്ബർ തോട്ടത്തിന് സമീപം നിർത്തിയിട്ട കാറിൽ വെച്ചും പെൺകുട്ടിയെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി. ഇതിന് പിന്നാലെ പെൺകുട്ടി ഓട്ടോറിക്ഷയിലെത്തിയ 2 പേർക്ക് കൈമാറി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പെൺകുട്ടി കൂട്ട ബലാത്സംഗത്തിന് ഇരയായെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. ഇതിൽ 4 പേരാണ് പ്രതികൾ. മറ്റൊരു ദിവസം പ്രാക്കാനം തോട്ടുപുറത്തേക്കാണ് പെൺകുട്ടിയെ യുവാക്കൾ കൊണ്ടുപോയത്. അടച്ചിട്ട ഒരു കടയ്ക്ക് സമീപം വാഹനം നിർത്തിയിട്ട് ഈ കുട്ടിയെ ഇരയാക്കി. പിന്നീട് കുട്ടിയെ ഇവർ വീടിന് സമീപം ഇറക്കി വിട്ടുവെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. ഇതിനിടെ പ്രതികളിൽ ചിലർ വിദേശത്തുണ്ടെന്നാണ് അറിവ് ലഭിച്ചിരിക്കുന്നത്. ഈ പ്രതികളെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇവരെ നാട്ടിലെത്തിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പോലീസ് പുറത്തിറക്കും എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. 62 പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് പെൺകുട്ടി WCCക്ക് മൊഴി നൽകിയതും. മാത്രമല്ല, ഡയറി കുറിപ്പിൽ നിന്നും പെൺകുട്ടി ഉപയോഗിച്ച മൊബൈൽ ഫോണിൽ നിന്നും അടക്കം പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. ഇത് ശാസ്ത്രീയമായി പരിശോധിച്ചതിന് പിന്നാലെയാണ് കേസിൽ ഇപ്പോൾ ആകെ 58 പ്രതികളുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പത്തനംതിട്ട, ഇലവുംതിട്ട, പന്തളം, മലയാലപ്പുഴ സ്റ്റേഷനുകളിലെ 29 FIRകൾ ആകെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 5 വർഷത്തെ പീഡന വിവരങ്ങളായിരുന്നു പെൺകുട്ടി വെളിപ്പെടുത്തിയതും. ചില പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മറ്റു പ്രതികളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു. എത്രയും വേഗം പ്രതികളിലേക്ക് എത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. കേസിന്റെ ഗൌരവം പരിഗണിച്ച് അന്വേഷണ മേൽനോട്ട ചുമതല DIG അജിത ബീഗത്തിന് സർക്കാർ കൈമാറിയിരിക്കുകയാണ്. മാത്രമല്ല, പൊതു ഇടങ്ങളിൽ വെച്ചാണ് പെൺകുട്ടി കൂടുതലും ചൂഷണത്തിന് ഇരയായത്. പത്തനംതിട്ട ജനറൽ ആശുപത്രി പരിസരത്ത് വെച്ച് പോലും പെൺകുട്ടി കൂട്ട ബലാത്സംഗത്തിന് ഇരയായെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസ് പുറത്തുവിടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.